നാളെ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഡയസ് നോൺ പ്രഖ്യാപിച്ച സർക്കാർ ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാരുടെ ശമ്പളം കട്ട് ചെയ്യും. ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ ഡയസ് നോൺ എപ്പോഴും ഒരു തലവേദനയാണ്. കാരണം പണിമുടക്കിനെ അനുകൂലിക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഭീഷണിയുടെ സ്വരം കൂടി അതിന് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പണിമുടക്ക് വിജയിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ തന്നെ. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി മാറുകയാണ്. സ്മിത, സംസ്ഥാനത്ത് ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായി ഇടത് വലത് ട്രേഡ് യൂണിയനുകളിൽ ഒരുമിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. ഈ പണിമുടക്കിനെ സർക്കാർ എങ്ങനെ സമീപിക്കുമെന്നത് ഒരു കൗതുകമായിരുന്നു. എന്തായാലും സാധാരണ പണിമുടക്ക് വരുമ്പോൾ ഡയസ് നോൺ പ്രഖ്യാപിക്കുക പതിവാണ്. അത്തരത്തിലൊരു പതിവ് ഇത്തവണ ഉണ്ടാകുമോ എന്നായിരുന്നു ഏവരും ഉറ്റുനോക്കിയിരുന്നത്. എന്തായാലും അല്പം മുമ്പാണ് ഈ ഡയസ് നോൺ സംബന്ധിച്ച ഫയൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്ക് തീരുമാനമെടുത്തത്. ദേശീയ പണിമുടക്ക് ദിവസം ജോലിക്ക് ഹാജരാകാതിരിക്കുന്നവർക്ക് ഡയസ് നോൺ ബാധകമാക്കാനുള്ള തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഇതിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങും. അതായത് പണിമുടക്ക് നിന്ന ജീവനക്കാർക്ക് ശമ്പളത്തിന് അർഹത ഉണ്ടായിരിക്കില്ല എന്നതാണ് ഈ ഡയസ് നോൺ കൊണ്ട് അർത്ഥമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നാളെ പണിമുടക്കുന്ന ഇടത് വലത് ട്രേഡ് യൂണിയനിൽപ്പെട്ട സർവീസ് സംഘടനയിൽപ്പെട്ട ജീവനക്കാർക്ക് ശമ്പളം നഷ്ടമാകും. പിന്നീട് വേണമെങ്കിൽ സർക്കാരിന് മറിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന പതിവുണ്ട്. അത് ഇപ്പോൾ കോടതിയിൽ മറ്റും കയറുന്ന വിഷയമായതുകൊണ്ട് അത്തരമൊരു ഉദ്യമത്തിന് സർക്കാർ മുതിരുമോ എന്നതും ഇനി ഭാവിയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തായാലും നാളത്തെ ദേശീയ പണിമുടക്കുന്ന ജീവനക്കാർക്ക് ഡയസ് നോൺ ബാധകമായിരിക്കുമെന്ന തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാരുടെ ശമ്പളം കട്ട് ചെയ്യും എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്.